നമസ്കാരം. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇന്ത്യയിൽ സന്ദർശനം നടത്താൻ എത്തിയപ്പോൾ തന്നെ പാകിസ്ഥാനിൽ താലിബാൻ വെടിപൊട്ടിച്ചു. അതിൽ തന്നെ കൂട്ടത്തോടെ എല്ലാ സൈനികരെയും യമലോകത്തേക്ക് അയക്കുകയും താലിബാൻ ചെയ്തു. പാക്കികളുടെ കൂടെ അഫ്ഗാനിസ്ഥാൻ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ഷഹബാസ് ഷെരീഫിനും അസീം മുനീറിനും കനത്ത തിരിച്ചടിയാണ് താലിബാൻ നൽകിയത്. തങ്ങളോടൊപ്പം ഇന്ത്യ ഉണ്ട് എന്നൊരു വിശ്വാസം താലിബാന് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അഫ്ഗാനിൽ ഒരിക്കലും താലിബാൻ ഭരണം ഉണ്ടാകരുതെന്ന് ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചതോ മറിച്ചാണ്. എന്നാലും ഇന്ത്യ ഇപ്പോൾ താലിബാനെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. താലിബാന്റെ തിരിച്ചടിക്കുള്ള ഊർജം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെയാണ്. താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ അവസാന നാളുകളിലാണ്. ഈ അവസരത്തിലാണ് താലിബാൻ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുന്നത്. പാകിസ്ഥാനെ പൂട്ടാനുള്ള ഇന്ത്യയുടെ മറ്റൊരു ഒളിപ്പോര് തന്നെയാണിത്. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോദി വെറുതെ ഒരു രാജ്യം ഭരിച്ച് ഉണ്ടുറങ്ങി പോകാനുണ്ടായ പ്രധാനമന്ത്രി അല്ല. സ്വന്തം രാജ്യത്തിന്റെ അടിവേരളക്കുന്ന ഭീകരതയ്ക്കൊപ്പം കൂട്ടാളി രാജ്യങ്ങൾക്കും കാവൽക്കാരനാകുകയാണ് ഈ പുതിയ കൗശല തന്ത്രത്തിലൂടെ ചെയ്യുന്നത്. താലിബാൻ പാകിസ്ഥാൻ യുദ്ധലോകത്ത് ആരംഭിച്ച ഏറ്റവും പുതിയ യുദ്ധമാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം 2 ഇസ്ലാമിക് രാജ്യങ്ങൾ വീണ്ടും യുദ്ധം തുടങ്ങി. ഇതിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യൻ സഖ്യകക്ഷി കൂടിയായ താലിബാനും മറുഭാഗത്ത് ഇന്ത്യൻ ശത്രു പാകിസ്ഥാനും. ഇരുപക്ഷത്തും നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന പാക് സൈനികർക്ക് നേരെ സായുധ തിരിച്ചടി ആരംഭിച്ചത്. വൻ കരയുദ്ധമാണ് ഇതിലൂടെ നടന്നത്. താലിബാൻ പാകിസ്ഥാന്റെ പ്രദേശത്തേക്ക് ഇരിച്ചുകയറിയ ആക്രമണമാണ് നടത്തിയത്. താലിബാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾ തുടങ്ങിയത് ഒരു സുപ്രഭാതത്തിലാണ്. എന്നാൽ ഇത്ര പെട്ടെന്ന് പാകിസ്ഥാന് നേരെ പ്രത്യാക്രമണം നടത്താൻ താലിബാന് പ്രചോദനമായത് എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ് അതിന്റെ ഒരു ഉത്തരം. ഒരു ദയയുമില്ലാതെ താലിബാൻ പാകിസ്ഥാനിൽ അടിച്ചു കയറിയപ്പോൾ അവസാനം ഓടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ സൈനികർക്ക് കഴിഞ്ഞത്. എന്നാൽ അതിനുശേഷം പാകിസ്ഥാൻ കാണിക്കുന്ന പൊങ്ങച്ചത്തിനും വീമ്പളക്കലിനും ഒരു കുറവുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും നമ്മൾ പാകിസ്ഥാന്റെ സർവ്വതും തകർത്ത് തരിപ്പണമാക്കിയപ്പോഴും ഇവർ ഇതേ രീതിയിൽ വീമ്പളക്കിയതാണ്. ഇന്നലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനിൽ കയറി തകർത്ത് താണ്ഡവമാടിയപ്പോഴും ഇപ്പോഴിതാ പാകിസ്ഥാൻ മന്ത്രിയും ഷഹബാസ് ഷെരീഫും എല്ലാവരും കൂടെ പറയുന്നത് നമ്മൾ താലിബാനെ അടിച്ചോട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് പണ്ടും ഇപ്പോഴും എന്നും പാകിസ്ഥാൻ ഒരിക്കലും തോൽവി സമ്മതിക്കാൻ തയ്യാറായില്ല. അതാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം. എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും അടിക്കട എന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.